നമസ്കാരം, പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ, എൻ്റെ കൂടെയുള്ളത് പ്രസീന. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്നും വാർത്തകൾ എന്തൊക്കെയാണെന്നും ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. മലയാള മനോരമയിലെ പ്രധാന വാർത്ത എക്സ്ക്ലൂസീവായി കൊടുത്തിരിക്കുന്ന ഭൂലോക തട്ടിപ്പ് 700 കോടി എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടിയാണ്. വ്യാജ US പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികൾ പിരിച്ചു. ഇരയായത് 100ഓളം മലയാളികൾ ഉൾപ്പെടെ 500 പേർ. കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ വായിച്ചു നോക്കാതെ US പ്രതിരോധ വകുപ്പിന്റെ ആയുധ നിർമ്മാണ കരാർ ലഭിച്ച കമ്പനി എന്ന് വിശ്വസിപ്പിച്ച് വൻ രാജ്യാന്തര നിക്ഷേപ തട്ടിപ്പ്. 100ഓളം മലയാളികൾ ഉൾപ്പെട്ട 500 പേർക്ക് നഷ്ടമായത് ആകെ 700 കോടി രൂപയാണ്. US ഇന്ത്യ സർക്കാരുകളുടെ ഔദ്യോഗിക മുദ്രകൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്ത് ഇൻഡോ US പസഫിക് പീസ് ട്രീറ്റി എന്ന വ്യാജ കരാറും ധാരണാപത്രവും നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ്. 25 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെ നഷ്ടപ്പെട്ട മലയാളികളാണ് USലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ തട്ടിപ്പ് വിവരങ്ങൾ ശേഖരിച്ച് CBIക്കും ദേശീയ അന്വേഷണ ഏജൻസിക്കും കൈമാറിയത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. ഒരു വൻ തട്ടിപ്പ് തന്നെയാണ് ഇപ്പൊ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. 5 കോടി രൂപ വരെ നഷ്ടപ്പെട്ട മലയാളികളാണ് ഉള്ളത്. വലിയൊരു ഇന്റർനാഷണൽ തട്ടിപ്പായി പോയല്ലേ? അതെ, എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. മറ്റുള്ള പത്രങ്ങളൊന്നും അങ്ങനെ ഒരു വാർത്ത ഇല്ല എന്ന് വേണം പറയാൻ. അത് മലയാള മനോരമ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന വാർത്തയാണ്. അതായത് US പോലെയുള്ളൊരു വലിയ സൈനിക ശക്തി അവർക്ക് അവരുടെ പ്രതിരോധ കരാർ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളൊരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് പേർ പണം നിക്ഷേപിച്ച് ഏകദേശം 700 കോടിയോളം രൂപ അല്ലെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ്. ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് ചെയ്ത ആൾക്കാർ എന്തായാലും ഇനി നേരിടാൻ പോകുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥ മാത്രമായിരിക്കില്ല, US അല്ലെ, അത് കൂടി അവർ നേരിടേണ്ടി വരും. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി CBI അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ മാതൃഭൂമിയിലെ ഫ്രണ്ട് തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കടക്കു അകത്ത് എന്നുള്ളൊരു തലക്കെട്ടോടെയാണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ഒരു വാർത്തയാണ്. അതായത് ED ആക്രമിച്ചവർക്ക് ജാമ്യമില്ല എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് ED ആക്രമിച്ച CPM പ്രവർത്തകർ ED ആക്രമിച്ചൊരു കേസും ഉണ്ടായിരുന്നു. നമ്മുടെ കേരളം ഒട്ടുക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ED ആക്രമിച്ച അല്ലെങ്കിൽ EDയുടെ കാറ് ചില്ല് തകർത്ത ആൾക്കാർക്കൊന്നും ജാമ്യമില്ല എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതായത് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായത് കൊലപാതക ശ്രമം തന്നെയാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോടതി എന്തായാലും അതൊരു കൊലപാതക ശ്രമമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ളൊരു കേസ് തന്നെയായി മാറുമെന്ന് വേണം കരുതാൻ. അപ്പോൾ കൊലപാതക ശ്രമത്തിന് നമുക്കറിയാം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തുന്നത്. അപ്പോൾ എന്തായാലും പ്രതികൾക്ക് ഇനി ജാമ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. 6 പേരെ കൂടി അതിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, 6 പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ ആൾക്കാരിങ്ങനെ കൂടി വരികയാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ പ്രതിപട്ടികയിലേക്ക് ചേർക്കുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്നതിന് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ CPM DYFI പ്രവർത്തകർ കൂടുതൽ കുരുക്കിലായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായത് സ്വാഭാവിക പ്രതിഷേധമല്ലെന്നും സംഘടിത ആക്രമണമാണെന്നും കേസ് പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് അഭിപ്രായപ്പെട്ടു. 5 പ്രതികളുടെയും ജാമ്യം തള്ളിയ കോടതി അവർക്ക് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് നിസ്സംശയം മനസ്സിലാക്കാമെന്നും നിരീക്ഷിച്ചു. അപ്പോൾ എന്തായാലും ഇതൊരു സാധാരണ പ്രതിഷേധമല്ല, ഒരു സംഘടിത ആക്രമണമാണ് എന്നുള്ള രീതിയിലാണ് കോടതി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കടുത്ത ശിക്ഷ തന്നെ ആയിരിക്കും ആ പ്രതികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചോദിക്കേണ്ടത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ? ആ ഒരു ആക്രമണത്തിൽ ആഭ്യന്തര വകുപ്പിനും ഭയങ്കര മോശമായിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായി. അവരുടെ ശ്രദ്ധക്കുറവ്, അത്രയും പോലീസുകാരുണ്ടായിട്ടും എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം വരികയുണ്ടായി. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉയരും കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്ത്. ഇപ്പം ED ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് കേന്ദ്ര അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല അവർ ഏത് സ്റ്റേറ്റിലാണോ പോകുന്നത് അല്ലെ, ആ സ്റ്റേറ്റിന്റെ പോലീസിലാണ്. അപ്പോൾ അവരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ എത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഒരു വീഴ്ച തന്നെയാണെന്ന് വേണം പറയാൻ. വീഡിയോയിലായാലും കണ്ടു, ചുറ്റും പോലീസുകാർ നിൽക്കുകയാണ്, ഇഷ്ടിക കൊണ്ട് കാറിന് പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ ഒരു പിടിപ്പുകേട് തന്നെയാണ്. അതെ. മറ്റൊരു വാർത്ത, ശബരിമല സ്വർണ്ണ കവർച്ച പരിശോധന റിപ്പോർട്ട് കോടതിയിൽ. പാളികളിലെ സ്വർണം വേർതിരിച്ച് തട്ടിയെടുത്തു എന്നൊരു വാർത്തയാണ്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലെ പരിശോധനാ റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. 2019 കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയ ശേഷം തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളിലെയും വാതിൽ കട്ടിളപ്പടികളിലെയും പാളികളിലുള്ള സ്വർണത്തിന്റെ അളവ് ക്ഷേത്രത്തിലെ മറ്റു ഭാഗത്തെ പാളികളേക്കാൾ വളരെ കുറവാണെന്ന് പരിശോധനയിൽ വ്യക്തമായതായാണ് വിവരം.
അപ്പം അതിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 36 സാമ്പിളുകളുടെ പരിശോധന ഫലമാണ് വിചാരണ നടക്കുന്ന കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ലഭിച്ചത്. ഇതിന്റെ പകർപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറി. എന്തായാലും കുറെ നാളുണ്ടായിട്ടുള്ള ഒരു ചോദ്യത്തിനും സംശയത്തിനും ഒരു ഉത്തരവായിരിക്കുകയാണ് ഇതിലൂടെ. ഇനി എന്താണ് ഇതിന്റെ തുടർ നടപടികൾ എന്നുള്ളത് നോക്കി കണ്ടതാണ്. എന്തായാലും കൃത്യമായ നടപടികൾ ഉണ്ടാകട്ടെ. എന്തായാലും തെളിഞ്ഞല്ലോ, കുറ്റം ചെയ്തുവെന്ന് തെളിഞ്ഞല്ലോ. എന്തായാലും അതിനനുസരിച്ച് അതിന് അഡിക്വേറ്റ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്കറിയാം, നമ്മുടെ രാജ്യത്തുടനീളം കത്തി നിൽക്കുന്നൊരു വാർത്തയാണ് നമ്മുടെ നീറ്റ് ചോർച്ചയൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ കത്തി നിൽക്കുന്നൊരു വാർത്തയാണ്. അതായത് വിദ്യാർത്ഥികളെ വീണ്ടും വലച്ച് NTA എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അതായത് എന്തൊരു തോൽവി എന്നുള്ളൊരു തലക്കെട്ടോടെയാണ് മാതൃഭൂമിയിൽ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അതായത് നീറ്റ് UG ചോദ്യചോർച്ചാ വിവാദം തുടരുന്നതിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മറ്റൊരു പ്രവേശന പരീക്ഷയായ CUET UGയും വിദ്യാർത്ഥികളെ വലച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതായത് സാങ്കേതിക തകരാർ കാരണം പല കേന്ദ്രങ്ങളിലും ശനിയാഴ്ച പരീക്ഷ 2 മണിക്കൂർ വൈകി. രാവിലത്തെ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷാ സമയം 1 മണിക്കൂർ നീട്ടി. വൈകിയപ്പോൾ തിരിച്ചുപോയ 3765 വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ നടത്തും. അവസാന നിമിഷത്തിലെ മാറ്റങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാക്കി. ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ രക്ഷിതാക്കൾ പ്രതിഷേധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്ന് വേണം പറയാൻ. അപ്പോൾ നീറ്റ് മാത്രമല്ല, ആ ഒരു ഏജൻസി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഇങ്ങനെ ഒരു സാങ്കേതിക തകരാറ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തല്ലേ, അത് വളരെ വലിയ എക്സാം ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ കുറെ പ്രിപ്പറേഷനിലൂടെ ഒക്കെ കുട്ടികൾ ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ ഇത്തരം സാങ്കേതിക തകരാറ് മൂലം അത് തടസ്സപ്പെടുക എന്ന് പറയുന്നതൊക്കെ ഏറെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അടിക്കടി ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം ഈ മത്സര പരീക്ഷകളിൽ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആശങ്കയായിരിക്കും. തങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താലും പരീക്ഷ നടത്തുന്നവരുടെ സാങ്കേതിക പിഴവ് മൂലം ഇത്തരം പിഴവുകൾ വരുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ അത്രയും നാളത്തെ അല്ലെ കഠിനാധ്വാനമാണ് വെള്ളത്തിലായി പോകുന്നത്. അപ്പോൾ അത്തരം ആശങ്കകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യ അങ്ങോളം ഇങ്ങോളമുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും അതുണ്ടാവുക എന്ന് വേണം പറയാൻ. മറ്റൊരു വാർത്ത, ആദിവാസി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ശ്രദ്ധ, സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം LP UP സ്കൂളുകളിലേക്ക് എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. സ്കൂളുകളിൽ നിന്നുള്ള ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കു തടയുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ മുൻനിരയിലേക്ക് അവരെ എത്തിക്കുന്നതിനുമുള്ള സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഈ അധ്യയന വർഷം മുതൽ LP UP സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും. ഹൈസ്കൂളുകളിൽ ഇപ്പോൾ തന്നെ പദ്ധതി ഉണ്ടെങ്കിലും പ്രൈമറി തലത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലേ ഗുണം ലഭിക്കുകയുള്ളൂ എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം. 15 ആദിവാസി വിദ്യാർത്ഥികളെങ്കിലും പഠിക്കുന്ന ഹൈസ്കൂളുകളിലാണ് പദ്ധതി ആരംഭിച്ചത്. നമുക്കറിയാം, നാളെ മുതൽ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടത്തുന്നത് വഴി അവരുടെ ഇടയിലുള്ള ആ ഒരു സ്ഥിരത ഉറപ്പാക്കാൻ എന്തായാലും പറ്റും. നല്ലൊരു തീരുമാനം തന്നെയാണ്. ഹൈസ്കൂൾ തലത്തിലായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ചെറിയ പ്രൈമറി ക്ലാസ്സിൽ മുതൽ തുടങ്ങിയാൽ അതിന് എന്തായാലും ഫലം ഉണ്ടാകുള്ളൂ തീർച്ചയായിട്ടും. അതെ, ആദിവാസി കുട്ടികൾക്കറിയാം അവരുടെ കുടുംബ സാഹചര്യങ്ങളും അതുപോലെയുള്ള മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും അവർക്ക് ചിലപ്പോൾ LP UP സ്കൂളുകൾ ആ സമയം തൊട്ട് ഇത്തരം പരിപാടികൾ തുടങ്ങിയാൽ മാത്രമേ അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടല്ലേ അവർക്ക് മറ്റുള്ള ഇപ്പം ഹൈസ്കൂൾ തലത്തിൽ വരുമ്പോഴും അവർക്ക് തുടർച്ചയായിട്ട് ആ സ്കൂളിൽ വരാനുള്ള ഒരു പ്രേരണ ലഭിക്കുകയുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ വിദഗ്ധരുടെ ക്ലാസ്, കരകൗശല വസ്തു നിർമ്മാണ പരിശീലനം, ഇംഗ്ലീഷ് പഠനത്തിനുള്ള പ്രത്യേക പരിശീലനം, ഉന്നത പഠനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും. എന്തായാലും നല്ലൊരു മാറ്റം തന്നെയായിരിക്കും അത് കൊണ്ടുവരിക. എന്തായാലും നമ്മുടെ മറ്റു വിഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് കൃത്യമായിട്ട് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അപ്പം പക്ഷേ ഇതുപോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ കൊണ്ടുവന്നാൽ മാത്രമേ അവരെയും നമ്മുടെ അതെ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. കൂടാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നത് പോലെയുള്ള മികച്ച തീരുമാനങ്ങൾ എന്തായാലും അത് ഫലവത്തായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ല ഒരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുക എന്ന് വേണം കരുതാൻ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ വളരെ അഭിമാനകരമായ അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതായത്
യൂണിഫോം ഊരി തോട്ടിലിറങ്ങി മൃതദേഹം കരയ്ക്കെത്തിച്ച് പ്രദീപ് എന്നാണ്. സ്കൂബ ടീമിനെ കാത്തില്ല ഈ പോലീസുകാരൻ എന്നുള്ളൊരു തലക്കെട്ടോടെയാണ് അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയാണിത്. അതായത് 3 ദിവസം പഴകിയ മൃതദേഹം കരയ്ക്കെടുക്കാൻ യൂണിഫോം ഊരി തോട്ടിലിറങ്ങിയത് വാകത്താനം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് പ്രസാദ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കാണാതായ വാകമത്താനം ചാക്കിട്ടാംപറമ്പിൽ അമൽ വർഗീസിന്റെ മൃതദേഹമാണ് പ്രതീഷ് കരയ്ക്കെടുത്തത്. 27 പുലർച്ചെ വീട്ടിൽ നിന്ന് കാണാതായ അമലിനെ മരിച്ച നിലയിൽ വെള്ളിയാഴ്ച വൈകിട്ട് വാകത്താനം പുളിച്ചാക്കൽ പാലത്തിന് താഴെ കണ്ടെത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് വാകത്താനം പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി. ആഴക്കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ തോട്ടിൽ നിന്ന് മൃതദേഹം കരയ്ക്കെടുക്കാൻ സ്കൂബ ടീമിനെ ആവശ്യമായിട്ട് വന്നു. പക്ഷേ അവരെത്താൻ വൈകിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ധീരമായിട്ട് തന്നെ ആ തോട്ടിലിറങ്ങിയ മൃതദേഹം കരയ്ക്കടിപ്പിക്കുകയായിരുന്നു. എന്തായാലും ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ എന്തായാലും അഭിനന്ദിച്ചിട്ടുണ്ട് അല്ലെ. എന്തായാലും തൻ്റെ ജുഡീഷ്യൽ പരിധിയിൽ ഇല്ലാത്തൊരു കാര്യം അല്ലെ, ആ ഒരു സിറ്റുവേഷൻ അത്രയും അത് അവിടെ തൻ്റെ ഒരു ഇടപെടൽ വേണമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു ആത്മധൈര്യത്തോടെ ഇറങ്ങി സ്കൂബ ടീമിനെ കാത്തു നിൽക്കാതെ ആ മൃതദേഹം കരയ്ക്കെത്തിച്ച് ആ നിയമ നടപടികൾ എളുപ്പത്തിലാക്കി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെ. അതെ, അദ്ദേഹത്തിന്റെ ആ ഡ്യൂട്ടിയിൽ കാണിച്ച ഒരു അർപ്പണബോധം എന്തായാലും നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് വേണം കരുതാൻ. മറ്റൊരു വാർത്ത CBSE പരീക്ഷാ വിവാദത്തെ തുടർന്ന് തന്നെയാണ്. CBI അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് എന്തായാലും വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ്. അതിശയിപ്പിക്കും വിധമാണ് സർക്കാർ ഇക്കാര്യത്തിൽ കഴിവില്ലായ്മ പ്രകടിപ്പിക്കുന്നത്. അഴിമതി പ്രകടമാണ്. വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്തായാലും CBSE പരീക്ഷയിലുണ്ടായിരുന്ന വിവാദത്തെ തുടർന്ന് കോൺഗ്രസ് ഇതിനെ വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുവരെ പറഞ്ഞു തുടങ്ങി. എന്തായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ എന്നുള്ളത്, അവരതിനെ ഭരണപക്ഷം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതെ, എന്തായാലും CBSE വിദ്യാഭ്യാസ മേഖല ഒട്ടാകെ അല്ലേ എന്തോ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് എല്ലാം. നീറ്റിലായിക്കോട്ടെ CBSE ആയിക്കോട്ടെ എല്ലാം. നീറ്റ് പരീക്ഷയ്ക്കായിട്ട് വ്യോമസേന വരെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ നമ്മൾ കാണാനിടയുണ്ടായി. ഇക്കാര്യത്തിലും എന്ത് നടപടി അവർ സ്വീകരിക്കും എന്നുള്ളത് നോക്കണം ഇനി. അതെ, മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ 2 മാസം അല്ലെ വെക്കേഷനൊക്കെ ആഘോഷിച്ചിരുന്ന കുട്ടികൾക്ക് ഒരു സങ്കടമുള്ള ഒരു വാർത്തയായിരിക്കും. നാളെ കേരളത്തിൽ സ്കൂളുകൾ തുറക്കുകയാണ്. കുട്ടികളെല്ലാം ഇനിയിപ്പോൾ സ്കൂളുകളിൽ പതിയെ പോയി അവരുടെ പഠനം തുടരേണ്ടി വരുമെന്നുള്ളൊരു വിഷമകരമായ വാർത്തയാണ് കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്. അതായത് വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ്. നീണ്ട പ്രസംഗങ്ങൾക്ക് പകരം കുട്ടികളുമായി സംവദിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നാളെ സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ ഇനി കുട്ടികൾക്ക് പുതിയ ബാഗും അല്ലെ വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ട് ഇനി പതുക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങാം. 2 മാസത്തെ ആ ഒരു എന്തായാലും ഭരണം മാറിയതിനു ശേഷം പുതിയ വിദ്യാഭ്യാസ മന്ത്രി വരുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരും, കുട്ടികളെ അത് ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ നാളെ മുതൽ നമുക്ക് കാണാം. കുട്ടികൾക്ക് എന്തായാലും കുട്ടികൾക്ക് ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ അല്ലേ. നമ്മുടെ നീറ്റിനും CBSEക്കും ഒക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും കുട്ടികളുടെ പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് അതെങ്കിലും നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. അതെ, മറ്റൊരു വാർത്ത റെയ്ഡുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10 സ്ഥലത്ത് NIA റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. പരിശോധന സ്ഫോടവസ്തുക്കളും ആയുധങ്ങളും കടത്തുന്നു എന്ന വിവരത്തെ തുടർന്നാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൻതോതിൽ സ്ഫോടവസ്തുക്കളും ആയുധങ്ങളും രാജ്യാതിർത്തി കടത്തിക്കൊണ്ടുപോകുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്ന് കേരളത്തിലെ 8 ഇടങ്ങളിലും തമിഴ്നാട്ടിൽ 2 ഇടത്തും ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം UP, രാജസ്ഥാൻ, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായാണ് ഇന്നലെ കേരളത്തിലും 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. എന്തായാലും വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയാണ്. അതും നമ്മുടെ കേരളത്തിൽ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നടക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു.
അതിനൊരു NTA റെയ്ഡ് വരുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മലബാർ ജില്ലകളിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് NIA സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ബീഹാർ, UP തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്തി, അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെയും നടത്തിയത്. പ്രധാനമായിട്ടും മലപ്പുറം ചെമ്മാട് സ്ഫോടക വസ്തുക്കൾ പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് മലപ്പുറം ജില്ലയിൽ ചെമ്മാടിലാണ് പ്രധാനമായും സ്ഫോടക വസ്തുക്കൾ ഇപ്പോൾ NIA പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന് വേണം പറയാൻ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 1.5 വയസ്സുകാരൻ മരിച്ചത് ക്രൂര പീഡനം കാരണം അമ്മയും രണ്ടാനച്ഛനും അറസ്റ്റിലായിരിക്കുകയാണെന്നുള്ള വാർത്തയാണ്. അതായത് തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്ന് പറഞ്ഞ് രണ്ടാനച്ഛൻ ആശുപത്രിയിൽ എത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ചത് അതിക്രൂരമായ പീഡനത്തിനൊടുവിലെന്നുള്ള വാർത്തകളാണ് വരുന്നത്. കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ പനവൂർ കരിക്കുഴി നെല്ലിക്കുന്ന് അർച്ചിതം വീട്ടിൽ അഖിലയും രണ്ടാനച്ഛൻ അഷ്കർ എന്നിവരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അല്ലേ, ഒരു അമ്മയും അച്ഛനും തന്നെ ആ ഒരു കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണെന്ന് വേണം പറയാൻ. അതിനുശേഷം മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ചോറ് തൊണ്ടയിൽ കുടുങ്ങി എന്നുള്ള വ്യാജേനെ ആശുപത്രിയിൽ എത്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യാന്ന് പറയുന്നത്. ആ കുട്ടിയുടെ ചിത്രം ഈ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 കൈയും ഒടിഞ്ഞ അവസ്ഥയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അത് വളരെ 1.5 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് അതിന് പിന്നിലെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുട്ടിയെ അത്രയും ആക്രമണത്തിന് ഇരയാക്കിയത് എന്നൊക്കെ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും അതിനെ ഒന്നും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് എന്ന് വേണം കരുതാൻ. കൃത്യമായ നടപടി ഇതിനെതിരെ പോലീസ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം എന്ന് വേണം കരുതാൻ. മറ്റൊരു വാർത്ത, ഇറാൻ വെടിനിർത്തൽ തീരുമാനമായില്ല എന്നാണ്. ലെബനനിലും ആക്രമണം. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുമായി ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത യോഗം തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. ഇതോടെ ഇറാനുമായുള്ള സംഘർഷത്തിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷ മങ്ങി. ഇത് അടിക്കടിയായിട്ട് യുദ്ധം നിർത്തും, തുടരും, ഒരു പ്രതീക്ഷ ആളുകൾക്ക് കൊടുക്കും, അത് നിൽക്കും, ആ ഒരു രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും അതാ അവിടെ ഒരു തീരുമാനം എടുക്കാതെ ആയിരിക്കുകയാണ്. ഇത് മുഴുവൻ കേരളത്തിലെ അടുക്കളയെ വരെ ബാധിച്ചു തുടങ്ങി. ഇവർ ഇനിയും തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോയാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ട്രംപ് രാവിലെ എണീക്കുമ്പോൾ പുള്ളിയുടെ ഒരു മൂഡ് അനുസരിച്ചാണെന്ന് തോന്നുന്നു അന്നത്തെ തീരുമാനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സമയമായി. ചർച്ചയ്ക്ക് മുൻപ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ അത് കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറെ പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ഇവരെ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചെന്ന്. ഇതാ ഇപ്പോ വീണ്ടും തീരുമാനമെടുക്കാതെ യോഗം പിരിഞ്ഞിരിക്കുന്നത് ആളുകൾക്ക് പിന്നെയും ഒരു ആശങ്ക നൽകുക ചെയ്തത്. ട്രംപ് ഇറാനോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കണം, പിന്നെ ഹോർമുസ് നിരുപാധികം തുറക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും സമ്മതിക്കാൻ ഇറാനും തയ്യാറല്ല. ഇതിനെ തുടർന്നാണ് അവര് ചർച്ചകളിൽ യാതൊരു തീരുമാനവും എടുക്കാതെ അവിടുന്ന് മടങ്ങി പോകുന്നതും. അതെ, എന്തായാലും രണ്ടുപേരും ഒരുമിച്ചൊരു തീരുമാനത്തിൽ എത്തിയാൽ മാത്രമേ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ UN പോലെയുള്ള സംഘടനകളൊക്കെ എന്തിനാണെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. അവരൊക്കെ നോക്കൂത്തികളായിട്ട് ഇരിക്കുകയാണ്. അപ്പം UN പോലെ ഇനിയൊരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടെ സ്ഥാപിച്ച UN പോലെയുള്ള സംഘടനകൾ തീർച്ചയായിട്ടും വെറും കളിപ്പാവകൾ മാത്രമായി, പ്രത്യേകിച്ച് അമേരിക്കയുടെ കളിപ്പാവകൾ മാത്രമായി മാറിപ്പോകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ അല്ലേ. മറ്റൊരു വാർത്ത, കേരളത്തിന്റെ വികസനത്തെ തുടർന്നിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കേരള അതിവേഗ റെയിൽപാത ഹരിത റെയിൽ ഇടനാഴിയാകും. അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് E. ശ്രീധരൻ. നിർദ്ദിഷ്ട കേരള അതിവേഗ റെയിൽപാത ലോകത്തിലെ ഹരിത റെയിൽ ഇടനാഴികളിൽ ഒന്നാകും. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെയുള്ള ഇരട്ടപ്പാതയുടെ റിപ്പോർട്ടാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിച്ചത്. റെയിൽവേ വിദഗ്ധൻ E. ശ്രീധരന്റെ നേതൃത്വത്തിൽ അതിവേഗ റെയിൽപാതയുടെ രൂപരേഖ DMRC കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും സമർപ്പിച്ചിട്ടുണ്ട്. ഹരിതോർജ്ജം ഉപയോഗിക്കുന്നതിനാലും പ്രകൃതി സൗഹൃദമായതിനാലും പദ്ധതി ഹരിത റെയിൽ ഇടനാഴിയാകുമെന്നാണ് അവകാശവാദം. അപ്പോൾ എന്തായാലും കേരളയിലും
കാര്യങ്ങളൊക്കെ നിർത്തിച്ചതിനെ തുടർന്ന് കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ 5 വർഷത്തിനകം ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് പറയുന്നത്. ഇതും കേരളയിൽ പോലെ കുറ്റിയടിച്ച് അടുത്ത വർഷം LDF സർക്കാർ വരുമ്പോൾ വീണ്ടും ഇത് നിർത്തലാക്കുമോ എന്നൊക്കെയാണ്, കുറ്റിയെടുത്ത് എറിയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നൊക്കെ നോക്കാം. 5 വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നു. എനിക്ക് തോന്നില്ല അല്ലേ, ഒരു 5 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ ഒരു 5 വർഷം വേണ്ടി വരുമെന്ന്, അല്ല 5 വർഷം മാത്രം മതിയോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ നമുക്ക് നോക്കാം. ഇവരെ കുറെ പ്ലാനിങ് ഉണ്ട്. എന്തായാലും ഇതിന് ആകെ 23 സ്റ്റേഷനുകൾ തമ്മിലുള്ള ശരാശരി ദൂരം 21.5 കിലോമീറ്റർ ആണ്. തിരുവനന്തപുരം കണ്ണൂർ യാത്രാ സമയം 3.5 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ എത്തുമെന്ന് പറയുന്നത്. കണ്ണൂർ ഒഴികെയുള്ള കേരളത്തിലെ 3 വിമാനത്താവളങ്ങളെയും പാത ബന്ധിപ്പിക്കും. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് 10 കിലോമീറ്റർ പ്രത്യേക റോഡ് നിർമ്മിക്കും. പിന്നെ പരമാവധി രൂപകൽപ്പന വേഗം മണിക്കൂറിൽ 200 കിലോമീറ്ററും പ്രവർത്തന വേഗം 180 കിലോമീറ്ററും ശരാശരി വാണിജ്യ വേഗം 140 കിലോമീറ്ററും ആണ്. നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. മുൻകൂട്ടി റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും സീറ്റുകൾ. ഭാവി പദ്ധതികളൊക്കെ ഇവർ എന്തായാലും പ്ലാൻ ചെയ്തു. ഇനി എന്തായാലും 5 വർഷത്തിനുള്ളിൽ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും അടുത്തതായി നമുക്ക് ബിസിനസ് വാർത്തകളിലേക്ക് നോക്കാം. ബിസിനസ് വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ബാങ്ക് തട്ടിപ്പുകളുടെ എണ്ണം കുറയുന്നു, പക്ഷേ തുകയിൽ വൻ വർധന എന്നുള്ള ഒരു വാർത്തയാണ്. അതായത് രാജ്യത്ത് ബാങ്ക് തട്ടിപ്പുകളുടെ എണ്ണം പകുതിയിലധികം കുറഞ്ഞെങ്കിലും തട്ടിപ്പിൽ ഉൾപ്പെട്ട തുകയിൽ വൻ വർധനവ്. റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ 48,021 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകളാണ് നടന്നത്. മുൻവർഷത്തെ 32,803 കോടി രൂപയേക്കാൾ 46.4% വർധന. ഇത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 11,013 കോടി രൂപ മാത്രമായിരുന്നു. അപ്പം രാജ്യത്ത് ബാങ്ക് തട്ടിപ്പ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓരോ തട്ടിപ്പിലും ആൾക്കാർക്ക് നഷ്ടമാകുന്ന പൈസയുടെ എണ്ണം കൂടിയിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ബാങ്ക് തട്ടിപ്പുകാരും വളരെ സ്മാർട്ടായിട്ട് ചിന്തിച്ചു തുടങ്ങി തോന്നുന്നു. അവർക്ക് കുറച്ച് തട്ടിപ്പിലൂടെ കൂടുതൽ തുക ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ അവർ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അതായത് 23-24 സാമ്പത്തിക വർഷത്തിൽ വെറും 11,000 കോടി രൂപയായിരുന്ന ഒരു എമൗണ്ട് 25-26 ആകുമ്പോൾ 48,021 കോടി രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ആ ഒരു സമയം എണ്ണം കൂടുതലായിരുന്നു, പക്ഷെ തുക കുറവായിരുന്നു. നേരെ തിരിച്ചായിട്ടാണ്, എണ്ണം കുറവും തുക കൂടുതലും ആയിരിക്കുകയാണ്. പകുതിയിലധികം കുറഞ്ഞു തട്ടിപ്പുകൾ. പക്ഷെ ഓരോ തട്ടിപ്പിൽ നിന്നും ആൾക്കാർക്ക് നഷ്ടപ്പെടുന്ന തുക എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മളതിൽ ആശ്വസിക്കണോ അതോ നമ്മളതിൽ ആശങ്കപ്പെടണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ടതാണ്. കാരണം തട്ടിപ്പുകൾ കുറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു തട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി തന്നെ കിട്ടുമെന്നുള്ളതാണ് സത്യത്തിൽ ഈ ഒരു കണക്കുകൾ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. ഇനി നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് പോവാം. IPL ഫൈനൽ ഇന്നാണ്. ബംഗളൂരുവും ഗുജറാത്തും തമ്മിലുള്ള മത്സരം രാത്രി 7 മുതൽ അഹമ്മദാബാദിലാണ് നടക്കുന്നത്. ഫൈനൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇവിടെ. റെക്കോർഡുകളുടെ റൺമഴക്കാലം സമ്മാനിച്ച IPL 19ാം സീസണിലെ കലാശ പോരാട്ടത്തിന് ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അരങ്ങുണരും. നിലവിലെ ചാമ്പ്യൻസ്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ ഗുജറാത്ത് ടൈറ്റൻസും നേർക്കുനേർ വരുമ്പോൾ ഇരുവർക്കും ഒരേ ലക്ഷ്യം, 2ാം കിരീടം. ലീഗ് ഘട്ടത്തിൽ 1ഉം 2ഉം സ്ഥാനക്കാരായ ഇരു ടീമുകളും 1ാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ബംഗളൂരുവിനൊപ്പമായിരുന്നു ടിക്കറ്റ് എടുത്തത്. ഇതോടെ 2ാം ക്വാളിഫയർ കളിക്കാൻ നിർബന്ധിതരായ ഗുജറാത്ത് രാജസ്ഥാൻ റോയൽസിനെ വീഴ്ത്തിയാണ് ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. എന്തായാലും ഇന്ന് 7:30 കളി നടക്കാൻ പോവാണ്. എല്ലാവരും ഒരേ ആകാംക്ഷയോടെ നോക്കുന്ന 2 ടീമുകൾ തന്നെയാണിത്. അതെ, എന്തായാലും IPL ഫൈനൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത 2 പേര് ആണെന്ന് വേണം നമ്മൾ കരുതാൻ ഫൈനലിൽ വന്നത്. കാരണം കളി, അതായത് IPL തുടങ്ങിയ ടൈമിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു ചെന്നൈ അല്ലെങ്കിൽ സഞ്ജു സാംസൺ ചെന്നൈയിൽ വന്നു. അപ്പോൾ എന്തായാലും ചെന്നൈ വളരെ മികച്ചൊരു പോരാട്ടമായിരിക്കും പുറത്തെടുക്കുക എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ചെന്നൈയും പോയി, മുംബൈയും പോയി, അവസാനം ബാംഗ്ലൂരുവും ഗുജറാത്തുമാണ്. അതിൽ തന്നെ കഴിഞ്ഞ പ്ലേ ഓഫിൽ നമ്മൾ വിചാരിച്ചത് രാജസ്ഥാനായിരിക്കും ബാംഗ്ലൂരിൻ്റെ എതിരാളിയായി വരിക എന്നായിരുന്നു. പക്ഷേ കാരണം വൈഭവ് സൂര്യവംശിയെ പോലെയുള്ളൊരു മികച്ച പ്ലെയറിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം വിപുലമാക്കിക്കൊണ്ടായിരുന്നു. എന്തായാലും വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എന്തായാലും ഇനി ഇന്ത്യൻ ടീമിലെ മാറ്റി നിർത്താൻ പറ്റാത്തൊരു താരമായിട്ട് തന്നെ അദ്ദേഹം വളർന്നു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മൾ കഴിഞ്ഞു കളിയിൽ രാജസ്ഥാൻ തോറ്റതിന് ശേഷം അദ്ദേഹം ഫീൽഡിൻ്റെ പുറത്തു വന്നിരുന്ന് കരയുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത്, അതായത് അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട്. അദ്ദേഹത്തിന് വളരെ കഠിനാധ്വാനം നടത്തിയെങ്കിലും അത് പക്ഷേ ടീമിന് ഫലം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ
എന്തായാലും ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഇന്നുള്ള ആവേശകരമായ പോരാട്ടത്തിൽ ഇന്നറിയാം ആരാണ് കപ്പുയർത്തുക എന്നുള്ളത്, ആരാണ് വീഴുക, ആരാണ് വാഴുക എന്നൊക്കെ നമുക്ക് ഇന്നറിയാമെന്ന് വേണം കരുതാൻ. മറ്റൊരു വാർത്ത, സ്പോർട്സ് വാർത്ത നോക്കി കഴിഞ്ഞാൽ പൊരുതി വീണ് ഫോഗട്ട് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അതായത് കളിക്കളത്തിലും ജീവിതത്തിലും ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ വിനേഷ് ഫോഗട്ട് ഒരിക്കൽ കൂടി ഗോദയിൽ പൊരുതി വീണു. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗുസ്തി ട്രയൽസിൽ സെമി ഫൈനലിൽ തോൽക്കുകയായിരുന്നു അവർ. ഗുസ്തി ഫെഡറേഷൻ വിലക്കിനെ തുടർന്ന് സുപ്രീം കോടതി ഉത്തരവ് നേടിയാണ് ഫോഗട്ട് ട്രയൽസിൽ പങ്കെടുത്തത്. എന്തായാലും വളരെ വിവാദപരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു ഈ ഫോഗട്ടും ഫെഡറേഷനും തമ്മിലുള്ള ഒരു തർക്കം. എന്തായാലും സുപ്രീം കോടതി വിധി നേടി അവർ മികച്ച രീതിയിൽ വളരെ ഒരു ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായിട്ട് അവർ ഈ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷേ മത്സരമാണല്ലേ, ഒരാൾ ജയിക്കാം ഒരാൾ തോക്കാം, പക്ഷെ ആ പങ്കെടുക്കാനുള്ള ഊർജം കാണിച്ചു എന്നുള്ളതാണ്. നിയമത്തെ പോരാടി അവര് എന്തായാലും കളിച്ചു എന്നുള്ളതാണ്. മത്സരത്തിന് മുന്നോടിയായി ഭാരപരിധിയെ ചൊല്ലിയായിരുന്നു തർക്കം ഉണ്ടായിരുന്നത്. എന്തായാലും അവർ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ അവർ ആ പങ്കെടുത്തു, അത്രയും പൊരുതി നേടി അവർ പങ്കെടുത്തു എന്നുള്ളത് വളരെ വലിയ കാര്യമായിട്ട് വേണം കരുതാൻ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. നമ്മൾ മുഖ്യ പത്രങ്ങളിലെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും നമ്മൾ എന്തായാലും ചർച്ച ചെയ്തു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും പുതിയ വാർത്തകളുമായിട്ട് നാളെ വരുന്നതായിരിക്കും.